അപ്പോൾ നമ്മളിന്നുള്ളത് നമ്മുടെ പാലക്കാട് മുട്ടിക്കുളങ്ങര ഭാഗത്താണ് കേട്ടോ. അതായത് മുട്ടിക്കുളങ്ങര എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് നേരെ കാലിക്കറ്റ് ഹൈവേയിൽ നമ്മുടെ മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പ് കഴിഞ്ഞതും നമ്മുടെ പന്നിയമ്പാടം ഭാഗത്താണ്. അതായത് ഹൈവേ റോട്ടിൽ നിന്ന് ഒരു 450-500 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഈ കിടക്കുന്ന വീട് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഒരു പുതിയ വീടാണ്, ആൾ താമസിക്കാത്ത ഒരു ഫ്രഷ് വീടാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറോട്ടാണ് നമുക്ക് ഈ ഫേസിങ് വരുന്നത്. പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 6 മീറ്റർ നല്ല ടാർ റോഡ് ഫ്രണ്ടേജാണ് വരുന്നത് കേട്ടോ. 2 ഗേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് തന്നെ ഒരുപാട് വീട് കണ്ടോ, ഒരുപാട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. തൊട്ടടുത്തൊക്കെ കണ്ടോ താമസമുള്ള ഒരുപാട് വീടുകളാണ് ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത് അല്ലേ. എല്ലാം താമസമുള്ള വീടുകളും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരികയാണെങ്കിൽ നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാത്രം വ്യത്യാസം കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് നമ്മുടെ നേരെ മുണ്ടൂർ പത്തിരിപ്പാല ബസ് അല്ലെങ്കിൽ മുണ്ടൂർ ടു ചെറുപ്പളശ്ശേരി ബസ് അല്ലെങ്കിൽ മുണ്ടൂർ ടു കാലിക്കറ്റ് ബസ് ഏതിൽ കയറിയാൽ നേരെ വന്ന് നമ്മുടെ മുട്ടിക്കുളങ്ങര ഇറങ്ങി അല്ലെങ്കിൽ പന്നിയമ്പാടം ഇറങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ 1566 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിനകത്ത് വരുന്നത്. 3 ബെഡ്റൂം ഉണ്ട്, 3 അറ്റാച്ച്ഡ് ബാത്റൂം, ഹാള്, കിച്ചണ്, വർക്ക് ഏരിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു കാർ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് വീട്, അതായത് മുഴുവനായിട്ടും ഇഷ്ടിക കൊണ്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേട്ടോ നല്ല കാർ കയറാനുള്ള നല്ലൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗേറ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 43 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. വില ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യുക, സംസാരിച്ച് നെഗോസിയേഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഡയറക്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാം. ഡയറക്റ്റ് ഓണറുടെ കോൺടാക്ട് നമ്പറാണ് കൊടുക്കുന്നത്, വിളിക്കാം, ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് നല്ലൊരു പ്രൈസിന് വാങ്ങിച്ചെടുക്കാം കേട്ടോ. പിന്നെ 4 സൈഡിൽ നമുക്ക് കോമ്പൗണ്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇതാണോ മലമ്പുഴയുടെ ഒരു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ്. മലമ്പുഴ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ മറ്റൊരു സോഴ്സ് തന്നെ ഓപ്പൺ കിണറാണ് കേട്ടോ. അതായത് നല്ലൊരു കോമൺ ആയിട്ടൊരു വലിയൊരു കിണർ നമുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ആ കിണറിൽ നിന്ന് നേരെ നമ്മൾ ഒരു വലിയൊരു കോമൺ ആയിട്ടൊരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടാങ്കിലോട്ട് പമ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് കണ്ടോ ഇതിലോട്ട് ഇത് നമ്മുടെ ഒരു 2500 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വാൾവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ വെള്ളം വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ടാങ്ക് ഫുൾ വെള്ളമാവുന്ന സമയത്ത് നമ്മുടെ മോട്ടർ കാര്യങ്ങൾ വെച്ച് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് വെള്ളം മേലോട്ട് കയറുക കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ താമസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെള്ളം അതിൽ അടിച്ച് വെക്കാത്തത്. ഓക്കെ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ ചേമ്പറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല പ്ലംബിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ ഇലക്ട്രിക് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ഐറ്റംസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കൃഷിയോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അത്രയും ഏരിയ ഈ ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. കാരണം മൊത്തത്തിൽ 5.80 സെൻറ്റ് സ്ഥലം വരുന്നത് 6 സെൻറ്റിന് ഒരു പൊട്ട് കുറവ്, ഒരു 1/4 സെൻറ്റിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അത്രയും നല്ല ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിതിനകത്ത് എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് അഡീഷണൽ ആയിട്ട് ഇനി ഇപ്പോൾ ചെയ്യാനായിട്ടുള്ള വർക്കുകളൊന്നുമില്ല. നമുക്കിത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരാം കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ ഉണ്ട് ഇൻ്റർലോക്ക് കാര്യങ്ങൾ, നമ്മുടെ ടൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വീടിനകത്തേക്ക് ഒന്ന് കയറി കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ പാലക്കാട് മുട്ടിക്കുളങ്ങര ഭാഗത്താണ്. 5.80 സെൻറ്റ് സ്ഥലമാണുള്ളത്. 1556 സ്ക്വയർ ഫീറ്റിൻ്റെ 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ബാത്റൂം, ഹാള്, കിച്ചണ്, വർക്ക് ഏരിയ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തുണ്ട്. 4 സൈഡും കോമ്പൗണ്ട് വാളുണ്ട്. അടുത്തെല്ലാം തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളുണ്ട്. വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഫ്ലഡ് എഫക്റ്റോ തുടങ്ങിയിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. വെള്ളത്തിനുള്ള 2 സോഴ്സ് നമുക്ക് ഓപ്പൺ കിണറിലെ വെള്ളത്തിൻ്റെ സോഴ്സുണ്ട്. അതുപോലെ തന്നെ മലമ്പുഴയുടെ കണക്ഷനുണ്ട്. പുതിയൊരു വീട് കൂടിയാണ്. അതുപോലെ തന്നെ A to Z എല്ലാ വർക്കും ഫിനിഷ് ചെയ്തത്, ഇലക്ട്രിക്കൽ പ്ലംബിങ് തുടങ്ങിയിട്ടുള്ള എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചോദിക്കുന്ന വില 43 ലക്ഷം രൂപയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരിട്ട് ഓണറെ വിളിക്കുക. ഞാൻ വീടിനുള്ളിലൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അതുകൂടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഈ കാണുന്നതാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നല്ല റോഡ് സൗകര്യങ്ങളുണ്ട്. കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ്. ഒരുപാട് വീട്ടിൽ താമസമുള്ളൊരു ഏരിയ കൂടിയാണ്. പടിഞ്ഞാറോടാണ് വീടിൻ്റെ ഫേസിങ് വരുന്നത്. നേരെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ടൈലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പൺ സിറ്റ് ഔട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ ഫുള്ളായിട്ടും ഇഷ്ടിക കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് ചെതൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ കെമിക്കൽസ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ കുത്തിപ്പൊളിച്ചല്ല, അതൊക്കെ അത്രയും പക്കയായിട്ട് ക്ലിയർ ആക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി. അതുപോലെ തന്നെ മരം കൊണ്ടാണ് നമ്മുടെ വിൻഡോസും കട്ടില, ജനൽ, വാതിൽ എല്ലാ സാധനങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരു ലിവിങ് ഹാൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലിവിങ് അതുപോലെ നമ്മുടെ ഡൈനിങ് സ്പേസും കൂടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്സ്റ്റെയർ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു
നമ്മുടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഇവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കിനി ചെയ്യാനായിട്ട് ഫാനും ലൈറ്റും മാത്രം സെറ്റ് ചെയ്താൽ മതി, വേറെ ഒരു വർക്കും ഇതിനകത്ത് വരുന്നില്ല. ഈ ലൈറ്റ് നമ്മളൊന്ന് ഓണാക്കാതെ പോലെ നമുക്ക് നല്ല വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ പേടിക്കേണ്ടതായ ആവശ്യം കാര്യങ്ങൾ കാരണം വീടുകൾ കാണിച്ചു തരാം. കണ്ടോ, ചുറ്റിനും ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു പ്രൈം ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ. ഇത് നമ്മുടെ TV യൂണിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തത്. ഇത് യൂസ് ചെയ്തിരിക്കുന്ന സ്വിച്ച് ബോക്സും കാര്യങ്ങളൊക്കെ കണ്ടോ ഹാവൽസ് എന്നുള്ള ബ്രാൻഡിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ബെഡ്റൂം സ്പേസ് ആണ്. ഏകദേശം ഒരു 11 അടി നീളം, അതുപോലെ തന്നെ 12 അടി വീതിയിലുള്ളൊരു ബെഡ്റൂം സ്പേസ് ആണ്. പിന്നെ ചുറ്റിനും നമുക്ക് കണ്ടോ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ നമ്മുടെ ചെതല് പിടിക്കാതിരിക്കാനുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കിലുള്ള ഒരു ടോയ്ലറ്റ് സൗകര്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതൊക്കെ നമ്മുടെ സെറയുടെ ഉണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സെറ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ് ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മിക്സഡ് ട്രാപ്പും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിൽ നേരെ പോകുമ്പോൾ ഈ ഭാഗത്ത് കിച്ചൺ വരുന്നത് കണ്ടോ. കിച്ചൺ ശരിക്കും ഇതിപ്പോൾ ഒരു ഓപ്പൺ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ മോഡുലാർ കിച്ചൺ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം കൊടുത്തു വെച്ചാൽ നിങ്ങൾക്കിനി താമസിക്കാൻ വരുന്ന സമയത്ത് എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് ഇവരെന്ത് ചെയ്യും സെറ്റ് ചെയ്തിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജിനായിട്ട് ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഒരു വർക്ക് ഏരിയയുടെ ഒരു പോർഷനാണ്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക പുറത്തോട്ടുള്ളൊരു എൻട്രൻസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. കാണിച്ചു തരാം. ആണോ, ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളൊരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇത് കാണിച്ചു തന്നല്ലോ. ഇനി നമുക്ക് മുകളിലോട്ട് പോവുകയാണെങ്കിൽ താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റെയർ എല്ലാം തന്നെ നമുക്ക് എന്തൊരു ഗ്രാനൈറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ നമ്മുടെ അതായത് ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് സ്റ്റീലാണ് കേട്ടോ. ഇനി കയറുന്ന സമയത്ത് ഒരു ലാൻഡിങ് ഉണ്ട്. ലാൻഡിങ്ങിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് പോകുന്ന സമയത്ത് ഒരു ബെഡ്റൂം സ്പേസ് ആണത്. ഓക്കെ, ആണോ, ഇതിനകത്ത് നമുക്ക് ഒരു അറ്റാച്ച്ഡ് ആണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ആണോ, അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിലുള്ള ബാത്റൂമാണ്. ഇത് കഴിഞ്ഞാൽ നമ്മളൊരു ഓപ്പൺ ടെറസിലോട്ടാണ് കേട്ടോ ഈ റൂമിൽ നിന്ന് പോകുന്നത്. ഈ റൂമിൽ നിന്ന് നമുക്കൊരു ഓപ്പൺ ടെറസാണ്, ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും നല്ല സ്പേസ് കാര്യങ്ങളുണ്ട്. നമുക്കൊരു ഗ്രില്ലോ കാര്യങ്ങളൊക്കെ വെച്ചാൽ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഇലക്ട്രിക് പോയിന്റ്, അതുപോലെ പ്ലംബിംഗ് പോയിന്റ്, അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് പോകുന്നതിൻ്റെ ഔട്ട് കാര്യങ്ങൾ എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ടാപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ രീതിയിൽ ചെയ്തിരിക്കുന്നത് മുകളിലോട്ടുള്ളൊരു വ്യൂ ആണ്. ഇത് സ്റ്റെയർ ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മേലെ കയറി കാണിച്ചു തരാം. കണ്ടോ, വാട്ടർ ടാങ്കും കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ ഈ ഭാഗത്ത് അതുപോലെ തന്നെ നമുക്കൊരു ഗേറ്റ് കാര്യങ്ങൾ കൊടുത്ത് താഴോട്ട് ഇറങ്ങാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റീൽ വർക്കൊക്കെ ചെയ്താലേ നമ്മുടെ ഈ പോലത്തെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊരു ഗാർഡൻ സെറ്റപ്പൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഇതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളും എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് മറ്റൊരു ബെഡ്റൂം സ്പേസ് വരുന്നത് കേട്ടോ. താഴെ കാണിച്ച പോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഏകദേശം ഒരു 13 to 12 സൈസിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ. ഇതും അറ്റാച്ച്ഡ് ആണ്. 3 ബെഡ്റൂം ഉള്ളത് 3 അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിച്ച് നെഗോസിയേഷൻ ചെയ്യാം.